വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോസി ടെയിൽസ്. ഇറ്റ്സ് മീ അൽഷിഫ. നയൻത് ഗ്രേഡർ. ക്രിസ്മസ് എക്സാം ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും ഞാൻ പഠിച്ചില്ല. അപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ഞാൻ 5:30 ആയപ്പോൾ പഠിക്കാതിരുന്ന് അങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫോണിൽ നോക്കിയപ്പോൾ ഫോണിനകത്താണെങ്കിൽ ചാർജില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിലെ ക്ലാസ് കാണാമെന്ന്. ഞാൻ നേരത്തെ ബയോളജി കുറച്ച് കണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്ലാസ് ഇട്ടിട്ട് ഞാൻ ഫോണൊക്കെ കൊണ്ടുപോയി കുത്തിയിട്ട് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രിയേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ കാണുന്നത്. അത് ഞാൻ 2-3 ദിവസമായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുക. ഇതുവരെയും ഞാൻ കാണുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് പഠിക്കാനൊക്കെ. അപ്പം എക്സാമൊക്കെ അല്ലേ, അപ്പം പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലാസ്സൊക്കെ ഇരുന്ന് കണ്ട് തീർന്നപ്പോഴത്തേക്കും ഒരു 6:15 ആയപ്പോൾ ഇരുപിൻ്റെ ബാങ്ക് വിളിക്കാൻ സമയമായതുകൊണ്ട് ഞാൻ TV ഓഫ് ചെയ്തിട്ട് ക്ലാസ് കണ്ട് എഴുതിയ നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് മറിച്ചൊക്കെ നോക്കിയിട്ട് ഞാനാണെങ്കിൽ ദിക്റൊക്കെ ചൊല്ലി ഖുറാനൊക്കെ ഓതിയിട്ട് വന്നിട്ട് ഇപ്പം ഒരു 6:55 ആയി. അങ്ങനെ ഞാൻ ചെന്ന് ഫോണൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് വെച്ച് ഫോണിനകത്ത് ചാർജ് കയറിയില്ല, സ്വിച്ച് ഓണാക്കാൻ മറന്നുപോയി ചെറുതായിട്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ ഞാൻ ക്ലാസ്സിലൊന്നും കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു നേരത്തെ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അങ്ങനെ മാത്സ് ഞാൻ ഇതുവരെയും തൊട്ടിട്ടില്ല. മാത്സ് എനിക്ക് ഭയങ്കര പാടാണ്. XP പോയിൻറ്റ്സൊക്കെ 0. ഞാൻ ഈ ആഴ്ച ഞാൻ കയറിയത് പോലും ഇല്ല. അപ്പം ഞാനാണെങ്കിൽ മാത്സ് പഠിക്കാമെന്ന് വിചാരിച്ച് മാത്സിൽ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ക്ലാസ് കണ്ടപ്പോഴാണ് എനിക്കൊന്നും കത്തിയില്ല. അപ്പോൾ സാറ് ഇറങ്ങി സെക്കൻഡ് ചാപ്റ്റർ നല്ലോട്ട് അറിയണമെന്ന്. സെക്കൻഡ് ചാപ്റ്റർ എനിക്കറിയാം, എങ്കിലും ഒന്നുകൂടെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച് അത് കാണാമെന്ന്. അപ്പോൾ ഞാൻ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല കണ്ടത്, നെഗറ്റീവ് നമ്പേഴ്സാണ് കണ്ടത്. ഞാൻ ഇത് മാറ്റിയായിരുന്നു. ഒരു 10 മിനിറ്റ് ക്ലാസ്സൊക്കെ കണ്ടിട്ടാണ് ഞാൻ അത് റിയലൈസ് ചെയ്യുന്നത്. ആ ഒരു സെക്കൻഡ് ചാപ്റ്റർ അറിയണം, ഈ ഒരു ചാപ്റ്റർ മനസ്സിലാവണമെങ്കിലെന്ന്. അങ്ങനെ ഞാൻ ചെന്ന് വേറെ നെഗറ്റീവ് നമ്പേഴ്സ് കണ്ട്. നെഗറ്റീവ് നമ്പേഴ്സൊക്കെ കണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും വിശപ്പിൻ്റെ വിളി വന്ന്. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ബ്രേക്കൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കിനും 8 മണിയായി. അങ്ങനെ 8 മണി ആയപ്പോഴത്തേക്കിനും പിന്നെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന് നോക്കിയപ്പോൾ സൈലത്തിൽ നിന്നായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടേക്കുന്നു. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച്. അപ്പോൾ 15 തൊട്ട് ഡിസംബർ 15 തൊട്ട് 25 വരെയാണ് എക്സാം. അപ്പം അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചപ്പോഴത്തേക്കിനും 9:15 അപ്പം ഞാൻ വിചാരിച്ച് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണാമെന്ന്. മാത്സിൻ്റെ ബാക്കി ക്ലാസ് കാണാത്ത എന്തെന്ന് വെച്ചാൽ എനിക്ക് പനിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്സിൻ്റെ ക്ലാസ് കാണാതെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനാണെങ്കിൽ വെയ്റ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന പാഠമായിരുന്നു കാണുന്നത്. ഞാൻ നേരത്തെ സ്കൂളിലൊന്നും പോയില്ല. 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനിയാണെന്ന്. അതുകൊണ്ട് 2-3 ദിവസമായിട്ട് സ്കൂളിലൊന്നും പോയില്ല. അപ്പം എനിക്കറിയത്തില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നൊന്നും എനിക്ക് വലുതായിട്ടൊന്നും കത്താറില്ല. അത് വേറെ കാര്യം. സൈലൻ്റ് ആയതുകൊണ്ടാണ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോകുന്നത്. ഞാൻ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്. ട്യൂഷന് പോകുന്നെങ്കിലും ഞാൻ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കലപില ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ആ ക്ലാസ് പാർട്ട് 2ൻ്റെ പാതി വരെ കണ്ടു ഗൈസ്. വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാവരും നേരത്തെ കയറി കിടന്നുറങ്ങി. അപ്പം ഞാൻ 11 മണിയാകുമ്പോൾ കിടക്കുന്നത്. ഞാനും അതുകൊണ്ട് 10:20 ആയപ്പോൾ കയറി കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ.